നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ അശ്വതി ശ്രീമിത്ത് നിധി. ഇങ്ങനെയൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും വന്നു പോകുന്ന പോലെ കഴിഞ്ഞ ദിവസം നമ്മളെ ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു വിയോഗം തന്നെയാണ് പ്രശസ്ത സിനിമാ നടൻ സനൽകുമാറിൻ്റേത്. ആദ്യം അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളട്ടെ. അതിനുശേഷം നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടുപോയി. 56 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും അദ്ദേഹത്തിനായി മാറ്റി വയ്ക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്കറിയാം. ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ആ നഷ്ടങ്ങൾ നികത്താൻ ഇപ്പോൾ ഇന്ന ആളിൻ്റെ സ്ഥാനത്ത് അതിപ്പം നമുക്ക് കലാഭവൻ മണിരാജ് വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് വെറും 45 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത്. അങ്ങനെ ആ ചെറുപ്പത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര പ്രായമായാലും ചില നഷ്ടങ്ങൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ അത് ഇല്ലല്ലോ, ഇനി ആ ഒരു സ്പേസിൽ ആരാ വരിക എന്ന് പറയുന്ന അതുല്യ പ്രതിഭകളിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ സനൽകുമാർ സാറും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടമായി എന്നുള്ളൊരു വിയോഗ വാർത്തയാണ്. കാരണം നമ്മളെല്ലാവരെയും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച് എന്താണ് ഒരു പറക്കും തളികയിലാണെങ്കിലും പിന്നീട് CD മൂസയിലാണെങ്കിലും പച്ചക്കുതിരയിലാണെങ്കിലും അങ്ങനെ കുറേ മൂവീസ് എടുത്ത് പറയാനായിട്ട് ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ തന്നെ കണ്ണസറങ്ക്, മണവാളൻ, ഇങ്ങനെ കുറേ ചരിക്കാത്ത ചന്തുവിലെ ക്യാരക്ടർ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തോന്നും അത് ചെയ്യാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഈ ഒരു വേഷം വേറെ ആര് ചെയ്താൽ ഇത്രയ്ക്കൊരു പെർഫെക്ഷൻ കിട്ടത്തില്ല. അത്രയ്ക്കും നല്ല നമ്മൾ പറയത്തില്ലേ, ചില കഥാപാത്രങ്ങൾ ചെയ്യാൻ ചിലരെ കൊണ്ട് മാത്രമേ പറ്റൂ. അവരുടെ സ്പേസിലോട്ട് നമുക്കിനി ആരെയും സങ്കല്പിക്കാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള ഒരു പ്രതിഭ തന്നെയാണ് നമ്മുടെ സനൽകുമാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ച് വളരെ താങ്ങാനാവാത്തതൊന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ 56 വയസ്സുകളിൽ ഇനി അദ്ദേഹം ആ കുടുംബത്തിൻ്റെ താങ്ങും തണലുമായിരുന്നു. കുടുംബത്തിൻ്റെ നല്ലൊരു അച്ഛനായിരുന്നു, നല്ലൊരു ഭർത്താവായിരുന്നു, നല്ലൊരു കുടുംബസ്ഥനായിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിക്കൊരു വിയോഗം സംഭവിക്കുക എന്ന് പറയുന്നത് കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും വളരെയധികം താങ്ങാനാവാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ അവർക്കത് ഒന്ന് റിക്കവർ ചെയ്ത് വരാൻ ചിലപ്പം വർഷങ്ങളെടുക്കും, ചിലപ്പം ഒരുപാട് സമയമെടുക്കും. ചിലപ്പോൾ അതൊരിക്കലും അവർക്ക് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ചിലപ്പോൾ അവർക്കൊരു തീരാ വേദന ആയിരിക്കും, തീരാ നഷ്ടമായിരിക്കും. അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വലിയൊരു വേദനയും നഷ്ടമൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ മാനസിക സാഹചര്യം മനസ്സിലാക്കി വേണം നമ്മൾ അവരോട് ബിഹേവ് ചെയ്യാൻ, പെരുമാറാനായിട്ട്. അവരുടെ സിറ്റുവേഷൻ നമ്മൾ ഓരോരുത്തർക്കും വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചിന്തിക്കും, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കും എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. അപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളുടെ ഇടയിൽ ഈ ചിതയിലോട്ട് മൃതദേഹം എടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അവസാനം എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് വേണ്ടപ്പെട്ടവർ എന്തായാലും അടുത്തുണ്ടാവും. അപ്പോൾ അവർക്ക് അന്ത്യചുംബനം നൽകണമെന്നുണ്ടാവും. അവസാനം ഒരു നോക്ക് കാണാനായിട്ട് പിന്നെ നമുക്കിനി അദ്ദേഹത്തിന് കാണാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ തികച്ചും വളരെ വൈകാരികം തന്നെയാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് വന്നപ്പോൾ നമ്മളൊന്നുമില്ലാതെ വരുന്ന തത്വചിന്ത പറയണമെന്ന് വിചാരിക്കരുത്. ഒന്നുമില്ലാതെ വന്ന അവസാനം നമ്മളെല്ലാം സമ്പാദിച്ച് ഒരുപാട് പ്രശസ്തിയും പദവികളും ഒക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്, നാഷണൽ അവാർഡ് വിന്നറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ അനുശോചനം അറിയിച്ചതാണ്. മുഖ്യമന്ത്രി നേരിട്ട് വന്ന് അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചതാണ്. അങ്ങനെയൊക്കെ അത്രയും മഹത്തായൊരു വ്യക്തിയാണ്, സാധാരണ ഒരു വ്യക്തിയല്ല, ഒരു അതുല്യ പ്രതിഭ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് കുടുംബത്തിനും വളരെ നല്ലൊരു വ്യക്തിയാണ്. കുടുംബത്തിൻ്റെ അകത്ത് നല്ലൊരു അച്ഛനാണ്, നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു കുടുംബസ്ഥനാണ്. സമൂഹത്തിലും അദ്ദേഹം നല്ലൊരു വ്യക്തി തന്നെയാണ്. ആളുകളോടൊക്കെ പ്രളയ സമയത്തൊക്കെ ഏകദേശം ഇങ്ങനെ നമ്മളൊക്കെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഏകദേശം 50-ലേറെ ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യവും എല്ലാം അവരൊക്കെ ഒരു സംരക്ഷണമൊക്കെ കൊടുത്തൊരു വ്യക്തിയാണ്. അപ്പം സമൂഹത്തിന് ഒരുപാട് ഹ്യൂമാനിറ്റി ഉള്ളൊരു വ്യക്തിയാണല്ലേ. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് വാല്യൂ കൂടും. നമ്മളൊക്കെ ഒരു സാധാരണ വ്യക്തിയല്ലല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മ ആ ഒരു ഇതുണ്ടല്ലോ, ശവസംസ്കാര ചടങ്ങിൻ്റെ ആ ഒരു സമയത്ത് കുറേ ഈ മാധ്യമ പ്രവർത്തകരെന്നേ പറയാൻ പറ്റും, മീഡിയാസ് വന്നിട്ട് ഈ സെൽഫി സ്റ്റിക്കും ക്യാമറയായിട്ടൊക്കെ വന്നിട്ട് കുടുംബത്തിലുള്ളവർക്ക് അദ്ദേഹത്തിനൊന്ന് അന്ത്യചുംബനം നൽകുന്നതിനോ അല്ലെങ്കിൽ അവസാനമായി ഒരു നോക്ക് കാണാനൊക്കെ അപ്പോഴും വേണ്ടത് സാധാരണ ഒരു മരണ വീട്ടിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷേ ഇതിനൊന്നിനും സമ്മതിക്കാതെ അവരെ വളരെ ഡിസ്റ്റർബ് ചെയ്തിട്ട് അവർ മനുഷ്യരാണെന്ന് വിചാരിക്കണം. അത് അവിടെ വന്ന് ശല്യം ഉണ്ടാകും.
ചന്തു 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 ചന്തു. അപ്പം സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് ഏറ്റവും ദേഷ്യം വരുന്നത് നമുക്കൊക്കെ മനസ്സിലാക്കാവുന്നതുള്ളൂ. ഏറ്റവും വിഷമത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു മനുഷ്യന് ഏറ്റവും ദേഷ്യം വരുന്നത്. വിഷമത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അവർക്ക് പോലും അറിയാൻ പറ്റാത്തൊരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു സംസ്കാരത്തിൻ്റെ ആ ഒരു സമയത്ത് ചിതയിലോട്ട് എടുക്കാൻ നേരത്ത് അവിടെ സെൽഫി സ്റ്റിക്കും സംഭവങ്ങളും അല്ലാതെ ക്യാമറയായിട്ടൊക്കെ വന്ന് ഒരു കൂട്ടം ആൾക്കാർ ഉന്തയും തള്ളുകയും അവരുടെ ആ ഒരു സംസ്കാര ചടങ്ങിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന കണക്ക് വേണ്ടപ്പെട്ടവർക്ക് അദ്ദേഹത്തൊന്ന് അവസാനം ഒരു നോക്ക് കാണാൻ കഴിയുന്നില്ല. ആകെ ഒരു ബഹളം. ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ മകൻ ചന്തു സലീംകുമാർ, അദ്ദേഹം ഒരു നടനാണ്, അദ്ദേഹം പ്രതികരിച്ചു. അതിപ്പോൾ ആരാണെങ്കിലും പ്രതികരിക്കുന്ന കണക്ക് ഇപ്പം നടനായതുകൊണ്ടോ അല്ലെങ്കിൽ സെലിബ്രിറ്റിയായ സലീംകുമാറിൻ്റെ മകനായതുകൊണ്ടോ അദ്ദേഹത്തിന് ദേഷ്യം വരാതിരിക്കാൻ പറ്റൂ. ദേഷ്യം വന്നാൽ പ്രതികരിക്കും. അത് പ്രത്യേകിച്ച് ഇത്തരൊരു സിറ്റുവേഷനിൽ നഷ്ടം വന്നത് അദ്ദേഹത്തിനാണ്. ഒരുപാട് വൃദ്ധനായ ഒരു വ്യക്തിയൊന്നുമല്ല സലീംകുമാർ. അദ്ദേഹം ജീവിതത്തിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല. 56 വയസ്സേ ഉള്ളൂ. ഇനി ഒരുപാട് വേഷങ്ങൾ അദ്ദേഹം ചെയ്ത് തീർക്കാനുണ്ട്. ഒരുപാട് പ്രശസ്തിയിലോട്ട് അദ്ദേഹം ഇനിയും ചവിട്ടി കയറാനുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനിയും കാത്തിരിപ്പുണ്ട്. അങ്ങനെയൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ എല്ലാം നഷ്ടപ്പെട്ട്, സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് ഏറ്റവും വികാരധീനനായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ആളുകൾ അങ്ങോട്ട് മുതലെടുക്കാൻ ശ്രമിക്കുകയും ക്യാമറയായിട്ടൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ദേഷ്യപ്പെട്ടു. അതൊരു കുറ്റമാണെന്നോ അത് നമുക്കത് മനസ്സിലാക്കാത്തത്, നമ്മൾ അത് മനസ്സിലാക്കാത്തത് ഈ കാഴ്ചക്കാരുടെ കണ്ണിലെ വിവരക്കേട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ വലിപ്പക്കുറവെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം പ്രതികരിച്ചതിന് പറയുന്ന സലീംകുമാറിൻ്റെ മകൻ്റെ പട്ടിഷോ എന്ന്. നിങ്ങളുടെ ഈ പറയുന്നവരുടെ വീട്ടിൽ അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഇങ്ങനെ ഈ ഒരു സമയത്ത് ശവസംസ്കാര ചടങ്ങിലോ അല്ലെങ്കിൽ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന ഒരു സമയത്തോ മറ്റുള്ളവർ അവർ സെലിബ്രിറ്റി ആയിക്കോട്ടെ കോമൺ പീപ്പിൾ ആയിക്കോട്ടെ വന്നിട്ട് ഇങ്ങനെ ക്യാമറയായിട്ട് വരിക അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്കുമായിട്ടൊക്കെ വന്ന് ഷോ കാണിക്കാൻ നിന്ന് അവർ പ്രതികരിക്കത്തില്ലേ? നിങ്ങൾ ചെയ്തിട്ട് വയ്ക്കുള്ളൂ, നമ്മളിതിലൊന്നും ഇല്ലെന്നും പറഞ്ഞ് അപ്പോഴവിടെ മൗനം നടിച്ച് അവരെ ഇമേജ് കീപ്പ് ചെയ്യണമെന്നും പറഞ്ഞ് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനായിരുന്നു. ചന്തു സലീംകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ നഷ്ടമായത് സെലിബ്രിറ്റിയായ അച്ഛനെയല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ സലീംകുമാർ എന്ന നടനെയല്ല അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അച്ഛന്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം അവിടെ ഉണ്ടായത്. മാറിപ്പോവാൻ പറഞ്ഞ് നീങ്ങി നിൽക്കുന്നു പറഞ്ഞ് അതിലിപ്പം തെറ്റെന്താണ്? അതിന് സലീംകുമാറിൻ്റെ മകൻ എന്തിനാ പട്ടി ഷോ കാണിക്കുന്നത്? അച്ഛൻ്റെ വില കളയാനുണ്ടായ മകൻ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മളിങ്ങനെ മറ്റൊരാളിൻ്റെ മേലിൽ ഒരു വിരൽ ചൂണ്ടപ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കണം, നമ്മളെ വിരൽ മുഖത്തോട്ട് ബാക്കി 4 വിരലും നമ്മൾ തന്നെ സ്വയം ചൂണ്ടുകയാണെന്നൊരു ചിന്ത നമ്മളെല്ലാവരും ഉണ്ടാവണം. ഇതേ സിറ്റുവേഷനിൽ നമുക്കാണ് ഉണ്ടായെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അദ്ദേഹം ആ പ്രതികരിച്ച് തെറ്റാണോ? ആ പ്രതികരണത്തിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് വിതുമ്പുന്നുണ്ട്. ചന്തു അദ്ദേഹത്തിൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് വിതുമ്പുന്നുണ്ട്, പൊട്ടിക്കരയുന്നുണ്ട്. ഒന്ന് പൊട്ടിക്കരയാനുള്ള അവകാശമില്ലേ? സങ്കടം വന്നാൽ സങ്കടം കരഞ്ഞു തന്നെ തീർക്കണം. സങ്കടം ഉറക്കെ കരഞ്ഞു തീർന്ന ഇത്തരം സിറ്റുവേഷനിൽ സങ്കടം വന്നത് എന്നെയൊക്കെ കണക്കുള്ള സാധാരണ മനുഷ്യരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അത്തരം സങ്കടം കരഞ്ഞു തീർക്കേണ്ട സങ്കടം അത് വാ വിട്ട് നിലവിളിച്ച് തീർക്കണം. പിന്നെ ഇനി കാണാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് സലീംകുമാർ എന്ന് പറയുന്ന ആ മഹാനായ പ്രതിഭ ഇനി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കാണാൻ പറ്റത്തില്ല. അവസാനം ഒരു നോക്ക് കാണാനായിട്ട് നിൽക്കുകയാണ്, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം പിന്നെ അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ അദ്ദേഹം പ്രതികരിച്ചത് കുറവെന്നാണ് ഞാൻ പറയത്തുള്ളൂ. ഇതിനിടയിൽ ഏതോ ഒരു വിവരദോഷി കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അവിടെയോട്ട് വന്നപ്പം അദ്ദേഹത്തിനെ ഷാളണിയിക്കാനായിട്ട് വന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, മുഖ്യമന്ത്രി വളരെ ദേഷ്യത്തോടെ ബലപ്രയോഗത്തിൽ കൂടെ ആ ഷാളങ്ങ് വലിച്ചു മാറ്റുന്നത്, പിടിച്ചെറിയുന്നത് കണ്ടിട്ടുണ്ട്. എന്തുവാണ് ഈ ആൾക്കാരിങ്ങനെ മറ്റുള്ളവരുടെ ദുഃഖം അതും വിറ്റ് കാശാക്കണമെന്നാണ് മലയാളികൾ വിചാരിക്കുന്നത്. പിന്നെ എല്ലാം പോട്ടെ, ദിലീപ് അവിടെ വന്നപ്പോഴത്തേക്ക് ഈ ദിലീപ് വന്നിട്ട് അദ്ദേഹം ഒരു വളരെ വിഷമത്തിൽ വികാരധീനനായിട്ട് ദുഃഖിച്ച് നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സലിമേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. വളരെ അവർ തമ്മിൽ നല്ലൊരു കോംബയാണ്, ദിലീപും സലീംകുമാർ എന്നൊക്കെ പറയുന്ന വളരെ നല്ലൊരു കോംബയാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ അദ്ദേഹത്തിനോട് സെൽഫി, ആ ദുഃഖം കൊണ്ട് താങ്ങാനാവാത്ത ദുഃഖമായിട്ട് നിൽക്കുന്ന ദിലീപ് ഏട്ടനോടൊരു സെൽഫി.
എന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഇങ്ങനെ ഇടാം, യൂട്യൂബിലായാലും സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ ഒരു ക്യാപ്ഷനും കൊടുത്തിടാം, വികാരധീനനായ ദിലീപേട്ടൻ, ദുഃഖം താങ്ങാനാവാത്ത ദിലീപേട്ടൻ. അപ്പോൾ അതൊരു കണ്ടന്റ് ആവും, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു എന്തുവാണോ, നമുക്കത് സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കും, അല്ലെങ്കിൽ നമുക്കതൊരു പ്രശസ്തി കിട്ടും, അല്ലെങ്കിൽ നമുക്കത് റീച്ച് ഉണ്ടാക്കും എന്ന് കരുതി മറ്റുള്ളവരുടെ ദുഃഖം വിറ്റ് കാശാക്കുന്നത് ശരിയായൊരു പ്രവണതയാണോ? ഒരിക്കലുമല്ല. നമ്മൾ അതൊക്കെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇന്ന് അദ്ദേഹത്തിന് ഈ അവസ്ഥ വന്നെങ്കിൽ നാളെ തീർച്ചയായിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഈ ഒരവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ട് മണ്ണിലോട്ട് ചേരും എന്നൊരവസ്ഥയിൽ നമ്മളും എത്തും എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇത്തരം അഹങ്കാരങ്ങൾ നമുക്കില്ലാതാവും. പക്ഷെ ആരും ചിന്തിക്കത്തില്ല. നമ്മൾ ഈ സമ്പാദിച്ച് കൂട്ടുന്നതും നമ്മൾ കൊണ്ട് നടക്കുന്നതും എല്ലാം നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകും? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. ഇത്തരം അഹങ്കാരങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തും. ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും പോകുമ്പം സെൽഫി എടുക്കലും ക്യാമറ പിടുത്തമൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കൂ. മനുഷ്യരായിട്ട് ജീവിക്കാനായിട്ടൊന്ന് ശ്രമിക്കൂ. വരും തലമുറയ്ക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് മെസ്സേജ് കൊടുക്കും. സ്വയം അപഹാസ്യനാവാൻ ശ്രമിക്കല്ലേ. ഇപ്പോഴും നിങ്ങൾക്കിപ്പോൾ സിനിമാ താരങ്ങളുമായിട്ട് സെൽഫി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മറ്റൊരു ഒക്കേഷൻ കണ്ടെത്തുക, അതിനുള്ളൊരു സാഹചര്യം കണ്ടെത്തിയിട്ട് അതിനുവേണ്ടി നിങ്ങൾ ഒരു വഴി കണ്ടെത്തി നിങ്ങൾ അങ്ങനെ പോകും. അല്ലാതെ ഒരു മരണ വീട്ടിൽ അദ്ദേഹം താങ്ങാനാവാത്ത ദുഃഖമായിട്ട് വന്ന് നിൽക്കുമ്പോൾ അവിടെ വന്ന് പട്ടിഷോ കാണിക്കുന്നത്, യഥാർത്ഥത്തിൽ ഈ പറഞ്ഞവരാണ് പട്ടിഷോ കാണിക്കുന്നത്, അവിടെ വന്ന് സെൽഫി എടുക്കാനും. പിന്നെ ഇതിനിടയിൽ ഒരു താരം, സ്വയം താരമെന്ന് പറഞ്ഞ് നടക്കുന്ന റിനി, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ആരെയൊക്കെ നോക്കി മൊത്തം അങ്ങ് ക്യൂട്ട്നെസ്സും വാരിക്കോരി കണ്ണാക്ക് വീട്ടി പല്ലെല്ലാം കൂടി എടുത്ത് 32 പല്ല് ആണ് സാധാരണ എല്ലാവർക്കും ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്തേക്ക് 64 പല്ലുണ്ട്. ഈ 64 പല്ലും കോൾഗേറ്റിൻ്റെ പരസ്യം പറയുന്ന പോലെ ചിരിച്ച് കിളിച്ച് കാണിച്ചുകൊണ്ടിരിക്കണം. ഇത്തരം അപഹാസ്യങ്ങളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറ്റാതിരിക്കുക. പക്ഷേ അവരൊക്കെ ഇവിടെ ഇപ്പം മക്കൾക്കോ ഭാര്യയ്ക്കോ ഒക്കെ ചിലപ്പോൾ അവരും കണ്ടാണ്, പക്ഷെ അവരൊക്കെ പറയാൻ പറ്റും, ഇറങ്ങി പോടി എന്ന് പറയാൻ പറ്റൂ. അതൊക്കെയാണ് ഓരോ അബദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഓരോ അബദ്ധങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് അബദ്ധങ്ങൾ കാണിച്ചു വെച്ചിട്ട് പോകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നമ്മളെല്ലാവരും മനുഷ്യരാണ്. ജനിച്ച എന്നാലും എല്ലാവരും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ലെന്നാണ് അറിയുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അങ്ങനെയാണ് സിറ്റുവേഷൻ. പക്ഷേങ്കിൽ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ കാണിച്ചില്ലേ, മറ്റൊരാൾ വന്ന് നമുക്ക് ഫോട്ടോ എടുക്കുകയോ സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബന്ധുക്കൾക്ക് ഫീൽ ചെയ്യത്തില്ലേ? അവർ പ്രതികരിക്കത്തില്ലേ? നോക്കി ചിരിച്ചുകൊണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ, കൊള്ളാം, ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ല, എടുത്തുകൊണ്ട് പോകൂ, ഫോട്ടോ എടുക്കൂ, തീർച്ചയായിട്ടും എന്നിങ്ങനെ സപ്പോർട്ട് ചെയ്യൂ? ഇല്ലല്ലോ, പ്രതികരിക്കില്ലേ ഉള്ളൂ. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ഞാൻ പറയുന്നത്, അദ്ദേഹം അത്രയും ദുഃഖത്തിൽ നിന്നിട്ട് ഏറ്റവും ചെറിയ രീതിയിലൊരു പ്രതികരണം മാത്രമേ ചന്തുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇത്തരം സന്ദർഭങ്ങൾ ഇനിയുള്ള സിറ്റുവേഷൻസിൽ മനസ്സിലാക്കി, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് മനസ്സിലാക്കി പെരുമാറിയ എല്ലാവർക്കും വളരെ നല്ലതായിരിക്കും. നല്ലൊരു ദിവസം എല്ലാവർക്കും ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.